ജേസേട്ടാ, ആ വിനോദോ? എനിക്ക് നിന്നെ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലടാ. ഞാൻ സംശയിച്ചാ വിളിച്ചത്. ജയ്സേട്ടൻ ദുബായിൽ നിന്ന് വരുന്ന വഴിയല്ലേ? അതേടാ, ഇപ്പൊ വരുന്ന വഴിയാ. ഇന്നലെ അന്നാമ്മ ചേച്ചി കണ്ടപ്പോ ജയ്സേട്ടൻ വരുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് കിട്ടിയ ലീവായിരുന്നടാ. പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. അന്നാമ്മ ചേച്ചിക്ക് എന്തായാലും നല്ല വിഷമമാ. ചേട്ടൻ വിളിക്കുന്നില്ലെന്ന് എന്നും പരാതിയാ. എനിക്ക് പഴയ AC റൂമിൽ ഇരുന്ന പണിയല്ലടാ, ഫാമിലാ. വല്ലപ്പോഴും ഒരു കത്തയക്കാൻ പറ്റിയാലായി. അപ്പൊ ഇവിടെ തന്നെ കാണും. ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. ക്ലബിന്റെ ആർട്സാ വരുന്നത്. നല്ല സംഭാവന തരണം. പഴയ പിശുക്കൊന്നും നടക്കില്ല കേട്ടോ. ഓ, അതിനെന്താടാ, നീ എപ്പോ വേണമെങ്കിലും വന്നോ. ആ, ഞാൻ പോയി ശിവയെ ഒന്ന് കാണട്ടെ. എത്ര നാളായി കണ്ടിട്ടെന്നറിയോ? മമ്മിയോട് എന്ത് തുണയും പറയാം, പക്ഷെ ശിവയോട് അതാ ഞാൻ ഇറങ്ങി നേരെ ഇങ്ങ് പോന്നെ. ജയ്സേട്ടാ, നമ്മുടെ ശിവ. ആ ചേച്ചി. ആ ജെയ്സനോ, എപ്പോഴാ വന്നേ? ചേച്ചി, ഞാൻ ദേ ഇപ്പൊ വരുന്ന വഴിയാ. വാ വാ വാ, ഇരിക്ക്. എന്തൊക്കെയുണ്ട്? സുഖമാണോ നിനക്കവിടെ? സുഖാ ചേച്ചി, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ മാറും. ഞാൻ ശിവയും കൊണ്ട് ഇപ്രാവശ്യം പോവാനാ വന്നിരിക്കുന്നത്. ശിവ? അവനിനി നിന്റെ കൂടെ വരില്ല. അവൻ നമ്മളെ തനിച്ചാക്കി പോയി. എന്താ ചേച്ചി, ശിവയ്ക്ക് എന്താ പറ്റിയേ? റെയിൽവേ ട്രാക്കിൽ നിന്ന് അവനെ കിട്ടിയത് ആത്മഹത്യയാണെന്ന് പോലീസ് പറയണേ. പക്ഷെ എന്താ കാരണമെന്നറിയില്ല. ഞങ്ങൾക്ക് അവനെ ഉള്ളൂന്ന് അവനറിയാം. എന്നിട്ടും അവൻ ഉമ്മറത്താരാ? ശിവനാ? ഇത്രയും നാൾ എവിടെയായിരുന്നടാ നീ? മോനെ ശിവ. എന്താ അച്ഛാ?
ഇവിടെ ആരുമില്ല. മണിക്കുട്ടി ഒച്ചയുണ്ടാക്കിയതാ. അതിനുശേഷം അച്ഛൻ കിടപ്പില്ല. ദേ വരുന്നു മമ്മി. ജയ്സേട്ടാ, ഞാൻ ആത്മഹത്യ ചെയ്തതാണ്. ജയ്സേന്റെ ശിവ അങ്ങനെ ചെയ്യുമെന്ന് ജയ്സേന് തോന്നുന്നുണ്ടോ? അവൻ കൊന്നതാ എന്നെ. ഞാൻ ആത്മഹത്യ ചെയ്തതല്ല ജയ്സേട്ടാ. ജയ്സേട്ടാ, ജയ്സേട്ടാ. ജയ്സേട്ടാ എപ്പ എത്തി? ഞാൻ 2-3 ദിവസമായി എത്തിയിട്ട്. നല്ല തിരക്കായിരുന്നു, അതാ വിളിക്കാഞ്ഞെ. ഡാ, നീ ഫ്രീ ആണോടാ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അരമണിക്കൂറോടെ ഉള്ളൂ എനിക്ക് ഡ്യൂട്ടി. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഫ്രീയാ. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യടാ. നീ ഡ്യൂട്ടി ചെയ്തു. ശരി. ജയ്സേട്ടാ പറയ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ കുഴപ്പമില്ലടാ. നമ്മുടെ ശിവയ്ക്ക് എന്താ പറ്റിയത്? ആത്മഹത്യ എന്നാ പറഞ്ഞത്? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നമ്മുടെ ശിവ അങ്ങനെ ചെയ്യില്ല. ചെയ്യും. ജയ്സേട്ടൻ അറിയാത്തതുകൊണ്ടാ. ജയ്സേട്ടൻ ദുബായിക്ക് പോയതിനു ശേഷം അവൻ ഒരുപാട് മാറിപ്പോയി. അവനൊരു കുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു. ഈ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പണക്കാരന്റെ മോളായിരുന്നു. ഞാൻ അവനെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. നമ്മളെന്താ ഇവിടെ? ഇവിടെ കുറച്ചുപേരെ വരാറുള്ളൂ, അതും VIP-കൾ. അതുകൊണ്ട് ഇവിടെ നമ്മൾ അറിയുന്ന ആരും ഉണ്ടാവില്ല. അതാ ഇന്ന് ഇവിടെ സെലക്ട് ചെയ്തേ. അയ്യടാ, അതിന് ഞാനില്ല. ഞാൻ നിന്നെ വിട്ടുപോയാ നീ എന്ത് ചെയ്യും? തമാശ പറയല്ലേ? അങ്ങനെ വല്ലതും ചെയ്താ ഏയ്, നിർത്തിക്ക്. എടാ വീടിയുടെ സ്കൂട്ടി ഇല്ലേ ഇത്? എടാ നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവോ? എടാ ഞാനൊന്ന് നോക്കട്ടെ അവിടെ. ഒരു മിനിറ്റ്.
വീണ ഇവൻ ഒന്നും പറയണ്ട. ദിലീപിനെ തല്ല നീ ആരാ? ദിലീപ് ആരാ നിനക്കറിയാമോ? ദിലീപിനെ തല്ല നിനക്കെന്താ യോഗ്യത? അവള് കാരണം അവൻ ഇല്ലാതായത്. അന്നാണോ അവൻ മരിച്ചത്? അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്, ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട്. മനുഷ്യന് ഓരോന്ന് തോന്നുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ജയസേട്ടാ, ചിലപ്പോ ടോബിക്ക് എന്തെങ്കിലും അറിയാമായിരിക്കും. ടോബിയോ? അതേതാ കഥാപാത്രം? വെൽക്കം വെൽക്കം. ടോബിയുടെ സാമ്രാജ്യത്തിലേക്ക് ശിവയ്ക്ക് സ്വാഗതം. ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നിയല്ലോ. എന്താടാ, അവള് നിന്നെ ക്ലീൻ ഔട്ട് ആക്കിയല്ലേ? എടാ, അവള് നിന്നെ ചതിച്ചില്ലേ? അപ്പോഴേ ടോബി പറഞ്ഞതല്ലേ അവളുടെ പുറകെ മണപ്പിച്ച് നടക്കരുത്, അവളൊരു കൂതറയാണെന്ന്. എടാ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തെ വിശ്വസിക്കരുത്. ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കുക. ജീവിതം എങ്ങനെ ആസ്വദിക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്നാടാ. അതിനുശേഷം ശിവ എപ്പോഴും അവന്റെ കൂടെ തന്നെ ആയിരുന്നു. പക്ഷെ ജയസേട്ടൻ ചോദിക്കാനൊന്നും പോകണ്ട, അവൻ മഹാവൃത്തികെട്ടവനാ. എന്ത് ചെയ്യാനും മടിയില്ല. അതെനിക്കൊരു പ്രശ്നമല്ല. നമ്മുടെ ശിവ എങ്ങനെയാ മരിച്ചതെന്ന് എനിക്കറിയണം. അതിനെന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാ. ഞാനവനെ കാണാൻ പോവാ. ജയസേട്ടാ, അത് പിന്നെ നീ വരണ്ട. പറ, അവനിപ്പോ എവിടെ കാണും? അവരിപ്പോ ആ പഴയ സ്ക്വയറിലാ കൂടാറുള്ളത്. ശരി. ആരാ? ഇതിലാരാ ടോബി? എനിക്ക് ടോബിയോടും സംസാരിക്കണം. എന്താ കാര്യം? അത് ഞാൻ ടോബിയോട് പറഞ്ഞോളാം. നീ എന്താ പേടിപ്പിക്കുക? അധികം ഡയലോഗ് അടിച്ചാ നീ ഇവിടെ നടന്നു പോയില്ല. നീ പോടാ ചക്ക. വേണ്ട, അവനെങ്ങ് വിട്. ഞാനാ ടോബി. എന്താ പ്രശ്നം? ഞാൻ ശിവയുടെ ഫ്രണ്ടാ, ജെയ്സൺ. ശിവ? അതാരാ? ഓ, ആ ട്രെയിൻ തട്ടിച്ചെത്തവൻ. അതിന് അവൻ എങ്ങനെ മരിച്ചു എന്നറിയാൻ വന്നതാ. അത് എന്നോടാണോ ചോദിക്കുന്നത്? നീ പോയി ആ ട്രെയിനോടോ മറ്റോ ചോദിക്കേ. നീയല്ലേടാ ഇല്ലാത്ത ലഹരികൾ കൊടുത്ത് അവനെ നശിപ്പിച്ചത്. എന്ത് ധൈര്യത്തിലാടാ പട്ടി നീ ഇവിടെ കടന്നു വന്നത്? എന്തിനായി മണ്ടത്തരം കാണിച്ചേ? വെറുതെ അവരോട് ഉടക്കണമായിരുന്നു. ശിവയ്ക്കും ഇത് തന്നെ സംഭവിച്ചു. പറയൂ, ശിവയ്ക്ക് എന്താ പറ്റിയത്? ശിവ ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു കുറച്ചു കാലം. അളിയ, നിന്റെ ഭാഗ്യം. ഭർത്താവ് ഗൾഫിലായാലെന്താ? എടാ, ഇത് പഴയതാ. ഇന്ന് ഞാൻ അവളുടെ അടുത്ത് പോകുന്നുണ്ട്, നാളെ പുതിയത് കാണിച്ചു തരാം.
നീ എന്നും ഇപ്പൊ എവിടെയാ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുമ്പോ ഞാൻ പോകും. നീ എപ്പോഴാ അവൾ എനിക്ക് തരാൻ പോന്നേ? അതിന് ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ശരിയാവില്ല. ഇനി ഞാൻ സമ്മതിച്ചാലും അവള് സമ്മതിക്കില്ല. അവള് സമ്മതിക്കാൻ നിന്റെ കയ്യിലുള്ള ആ വീഡിയോ പോരെ? നടക്കില്ല. ഭീഷണിപ്പെടുത്താനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പൊ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു പോണ്ട്. ഇനി നിന്നെയും കൂട്ടി കുളമാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എടാ പട്ടി, എല്ലാ ഐഡിയയും എന്റേത്. കാര്യം നടന്നപ്പോ നിനക്കെന്നെ വേണ്ടാതായല്ലേ? ഹലോ, കമാലല്ലേ? ആ അതെ, കമാലാണ്. നിന്റെ ചേട്ടന്റെ ഭാര്യ എന്താ വീട്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക? പല പയ്യന്മാരും പഠിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. എനിക്കൊരു അഡ്മിഷൻ എടുക്കാനാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആരുടെ തെണ്ടി നീ? നിന്റെ വാപ്പ. എടാ, സംശയം ഉണ്ടെങ്കിൽ ചെന്ന് നോക്ക്. സ്ഥിരം വരുന്നൊരുത്തനെ കാണാം. എന്താ കമാലെ? നിനക്കൊന്നും അറിയില്ല അല്ലേ? എന്റെ ഇക്കയുടെ ജീവിതമാ നീ തകർത്തത്. കമാലെ, നീ എന്തൊക്കെ പറയണേ? ദാ നോക്ക്, ഇത് പറയുമെല്ലാം. ഉമ്മ, ഉമ്മ, ഇവിടെ ആരും ജീവിച്ചിരിപ്പില്ലേ? പിന്നെ അവനെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ശിവ, നീ ആത്മഹത്യ ചെയ്തില്ല എന്നറിഞ്ഞതിൽ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ നീ ചെയ്ത മറ്റു പ്രവൃത്തികൾ അതൊരിക്കലും എനിക്ക് പൊറുക്കാനാവാത്തതാണ്. തന്റെ സുഹൃത്ത് എന്താ എന്റെ കുടുംബത്തിനോട് കാണിച്ചെന്നറിയാവോ? ഷൈന സ്വയം ജീവനൊടുക്കി. എല്ലാ സന്തോഷവും അവനൊരാൾ ഇല്ലാതാക്കി. അവനെ തൊടാൻ തന്നെ എനിക്ക് അറപ്പായിരുന്നു. കലിപ്പ് പിള്ളേരുടെ പിച്ചാത്തി തന്നെയായിരുന്നു അവന് നല്ലത്. അത് ഞാൻ ചെയ്തു. അത് ഞാനാ ചെയ്യിപ്പിച്ചത്. ചേച്ചി, ഞാൻ പോവാം. ശിവയില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല.